നമസ്കാരം. ട്രേഡ് ബ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തത് പോളണ്ട് VFSനെ പറ്റിയാണ്, പോളണ്ട് യൂറോപ്പ് കൺട്രിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. സെയിം കാറ്റഗറിയാണ് ഇന്നും ചർച്ച ചെയ്യുന്നത്. പോളണ്ട് VFSനെ പറ്റിയും പോളണ്ട് യൂറോപ്പ് കൺട്രിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ചർച്ച ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല, ഈ ഇടയ്ക്ക് തന്നെ എൻ്റെ മൂന്നാല് ഫ്രണ്ട്സ് അടുപ്പിച്ച് VFSൽ ഡേറ്റ് എടുത്തിട്ട് ബ്ലാക്കിൽ ഡേറ്റ് എടുത്തിട്ട് അവർ സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തതാണ്, എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് ഓടിച്ച് കാണാതെ എല്ലാം നല്ല രീതിയിൽ വീഡിയോ കാണുക, കാരണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, ഉറപ്പാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വേറൊന്നുമല്ല, നമ്മുടെ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ പോലെ തന്നെ VFSൽ ബ്ലാക്കിൽ സ്ലോട്ട് എടുത്തു. ബ്ലാക്കിൽ സ്ലോട്ട് എടുത്തിട്ട് അവർ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് 3 ദിവസത്തിനുള്ളിൽ റിജക്ഷൻ ആണ് വന്നത്. 3 ദിവസത്തിനുള്ളിൽ, അതും 80 രൂപ അടുപ്പിച്ചാണ് സ്ലോട്ടിന് ക്യാഷ് കൊടുത്തിട്ട് അവർ ചെന്നൈയിലാണ് സബ്മിഷന് പോയത്. പക്ഷെ റിജക്ഷനാണ് വന്നത്. കാരണം അത് പറയുമ്പോൾ തന്നെ എനിക്കൊരു വിഷമമായിട്ടാണ് പറയുന്നത്. കാരണം അവര് അത്രയും സ്വപ്നങ്ങൾ കണ്ടിട്ട് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തതാണ്. വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞ് സ്ലോട്ടിന് വേണ്ടി ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് അങ്ങനെ അവസാനം അവർ ഏജൻസി പറഞ്ഞ സ്ലോട്ട് ബ്ലാക്കിനെടുത്ത് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിസ അടിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ സ്ലോട്ട് ബ്ലാക്കിനെടുത്ത് കഴിഞ്ഞ് സബ്മിഷൻ ചെയ്ത് ഒരു 3 ദിവസത്തിനുള്ളിൽ റിജക്ഷൻ വന്നു. അപ്പോൾ അത് വളരെ, കാരണം അത്രയും പൈസ ഒപ്പിച്ചിട്ട് 80 രൂപ അടുപ്പിച്ച് സ്ലോട്ടിന് കൊടുത്തു, അതുപോലെ പേപ്പേഴ്സ് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തു, അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി പൈസയായി, പിന്നെ അവിടെ സബ്മിഷൻ ചെയ്യാൻ വേണ്ടി പൈസയായി. സബ്മിഷൻ ചെയ്യാൻ നമുക്കറിയാലോ 7500 രൂപ അടുപ്പിച്ച് എമൗണ്ട് വരുന്നുണ്ട്. അപ്പൊ അതിന് പൈസയായി 7500 15 രൂപ കണ്ട് വരുന്നുണ്ട്. അവിടെ സബ്മിഷൻ ചെയ്യാൻ എമൗണ്ട് 7500 ആണെന്ന് തോന്നുന്നു. അപ്പൊ ഓക്കെ, അവിടെ സബ്മിഷൻ ചെയ്യാൻ അത്രയും എമൗണ്ട് വെള്ളത്തിൽ പോയി, അത്രയും പൈസ പോയി. അത് പിന്നെ ഇനിയും റീഅപ്പീൽ ചെയ്യാനുള്ള അവസ്ഥ. അവർ റീഅപ്പീൽ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത്. നീ അപ്പീൽ ചെയ്യുന്നോന്ന് അറിയില്ല. അപ്പൊ വേറൊരു ഫ്രണ്ടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊടുത്ത ഏജൻസിയിലെ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 3 പേർക്കാണ് ബ്ലാക്ക് സ്ലോട്ട് ഇതുവരെയായിട്ട് കിട്ടിയത്. അവർക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്തപ്പോൾ റിജക്ഷൻ ആയിരുന്നു വന്നത്, റീഅപ്പീലിന് ചെയ്തപ്പോഴും റിജക്ഷൻ ആണ് വന്നത്. അപ്പം ഇത് റിജക്ഷന്റെ ഒരു കൂമ്പാര കളിയാണ് വരുന്നത്. ഈ പോളണ്ട് എന്ന് പറയുന്ന യൂറോപ്പ് കൺട്രിയെ നമ്മൾ സാധാരണപ്പെട്ടവർ നോക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സാധാരണപ്പെട്ടവർക്ക് പോളണ്ട് യൂറോപ്പ് കൺട്രി നോക്കുവാണെങ്കിലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓരോ കാറ്റഗറി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഓഫർ ലെറ്റർ കിട്ടും. ഇപ്പം ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് ഓരോരുത്തർക്ക്, എനിക്ക് കഴിഞ്ഞ വട്ടത്തെ കമന്റ് വന്നത് ഓഫർ ലെറ്റർ കിട്ടിയിട്ട് 3-4 മാസമായിട്ട് 5 മാസമായിട്ട് ഇതുവരെയായിട്ടും വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തിനാണ് വെറുതെ തല വെച്ച് ഈ ഇങ്ങനെയുള്ള യൂറോപ്പ് കൺട്രി, ഈ പോളണ്ട് എന്ന് പറയുന്ന യൂറോപ്പ് കൺട്രി പോയി തല വെക്കാതിരിക്കുക ദയവ് ചെയ്ത്. ഈ വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും എല്ലാം റെഡിയായി. പക്ഷെ അടുത്ത കടമയാണ് ഏറ്റവും വലിയ കടമ്പ, സ്ലോട്ട് എടുക്കുന്നത്. സ്ലോട്ട് എടുത്ത് കഴിയുമ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി തരണം. സ്ലോട്ട് ബ്ലാക്കിലേക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ മാനുവലായിട്ട് എന്തായാലും കിട്ടത്തില്ല. അപ്പം കഴിഞ്ഞ വട്ടം ചോദിച്ച സ്റ്റുഡന്റ് വിസ, ഞാൻ ആ സമയത്ത് വർക്ക് പെർമിറ്റ് കിട്ടിയ സമയത്ത് നമുക്ക് VFS ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡന്റ് വിസയുടെ സ്ലോട്ട് ഓപ്പൺ ആയിരുന്നു. സ്റ്റുഡന്റ് വിസ എനിക്ക് തോന്നുന്നു സ്ലോട്ട് ഓപ്പൺ ആവും, കിട്ടുമെന്ന് തോന്നുന്നു. ആ സമയത്തൊക്കെ നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ നോക്കാറില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല. പക്ഷെ നമ്മുടെ വർക്ക് വിസയെ പറ്റി എന്തായാലും സ്ലോട്ട് ബ്ലാക്കിൽ എടുത്തേ പറ്റൂ. ബ്ലാക്കിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ദയവ് ചെയ്ത് 20,000 25,000 പറഞ്ഞ് കൊടുത്തിട്ട് അവസാനം ആ പൈസ കിട്ടാതെ കുറേ പേര് ഇപ്പോഴും പുറകെ നടക്കുന്നുണ്ട്, അവർക്ക് ആ പൈസയും കിട്ടിയിട്ടില്ല. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചതിക്കുഴി പോയി പെടാതിരിക്കുക. അതുകൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സിന്റെ അവസ്ഥ അവർ പറയുമ്പോൾ അവരിനി എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അടുത്ത ഓപ്ഷൻ, അത്രയും പൈസയും പോയി, ഇനി അടുത്ത എന്ത് ഓപ്ഷനാണ്? അടുത്ത ഓപ്ഷൻ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ പോളണ്ട് എന്ന് പറയുന്ന കൺട്രിയിലേ ഉള്ളൂ ഇത്രയും പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ഇപ്പൊ ഹംഗറിയിൽ എൻ്റെ 2-3 ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ട്, 3-4 ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ കാര്യം എന്താണെന്ന് ഞാൻ വഴികാലം എങ്ങനെയാണ് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഹംഗറിയിൽ വിസ അടിക്കുന്നുണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പുറകാല വീഡിയോ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഫ്രണ്ട്സ് ഇപ്പൊ അടുത്ത ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അവർക്ക് എന്തായാലും വർക്ക് പെർമിറ്റ് ഉടനെ തന്നെ വരും. അപ്പൊ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് എന്താണെന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരും എനിക്ക്. ആൾറെഡി പറഞ്ഞു വർക്ക് പെർമിറ്റ് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ്. അല്ലാതെ സ്ലോട്ടിന് നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് അവർ തന്നെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് തരികയാണ്. അപ്പോൾ നേരെ ഡയറക്റ്റ് സബ്മിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ വിസ അടിച്ചു തരുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ പക്ക ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ എന്താണ് കാര്യങ്ങൾ അറിഞ്ഞ
സ്ലോട്ട് ഡീറ്റെയിൽസ് ഇടുന്നതായിരിക്കും. ഇതിപ്പോ പോളണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം എൻ്റെ ഫ്രണ്ട്സിന്റെ അവസ്ഥ ഇതാണ്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് സ്ലോട്ട് ബ്ലാക്കിന് വാങ്ങുമ്പോൾ ദയവ് ചെയ്ത് ചിന്തിക്കുക. എല്ലാവരും സ്ലോട്ടിന് ദയവ് ചെയ്ത് ആരും സ്ലോട്ടിന് വാങ്ങാതിരിക്കുക. അത്രയ്ക്ക് പക്ക ഉറപ്പായിട്ട് വിസ അടിക്കും എന്ന് ഓക്കെ ആണെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം നിങ്ങൾ സ്ലോട്ട് വാങ്ങുക ബ്ലാക്കിന്. കാരണം ആ ഏജൻസി വഴി കുറെ പേര് പോയിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സ്ലോട്ട് ബ്ലാക്കിന് എടുക്കുക, നിരാശപ്പെടേണ്ട. ബട്ട് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഏജൻസി വഴി ആരും പോയിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ആരും സ്ലോട്ട് ബ്ലാക്കിന് എടുക്കരുത് കേട്ടോ. എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂട്ടുകാരുടെ അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരും ഇതിൽ പോയി പെടരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള ചതിക്കുഴിയിൽ ആരും പോയി പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ പറയാൻ കാരണങ്ങൾ ഇത്രയും പൈസ വെറുതെ നമ്മൾ ഇത്രയും കടം വാങ്ങിച്ചായിരിക്കും ഇതെല്ലാം റോൾ ചെയ്ത് പോകുന്നത്. അത്രയും കടബാധ്യതയിൽ നമ്മൾ പോയി പെട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് തിരിച്ച് ഊരി വരാൻ പാടായിരിക്കും. പിന്നെ അടുത്ത ഒരു കൺട്രി നോക്കുമ്പോഴത്തേനും നമുക്ക് അത്രയും, ഇപ്പം ഹംഗറി ഒക്കെ നോക്കുവാണെങ്കിൽ അത്രയും എമൗണ്ട് ഒന്നും ഇല്ല. ഏജൻസി പറയുന്നത് നമുക്ക് ഇവിടെ പോണ്ട് പറയുന്നത് 5 ലക്ഷം ആണെങ്കിൽ ഹംഗറി ഇത്ര എമൗണ്ട് ഒന്നും ഇല്ല, അതിന്റെ പകുതി വരുന്നുള്ള എമൗണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ പോലുള്ള സാധാരണപ്പെട്ടവർ ഇത്രയും എമൗണ്ട് നോക്കുവാണെങ്കിൽ അതൊരു ചെറിയ എമൗണ്ട് ആയിട്ടേ വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതെങ്ങനെയെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇപ്പം ഞാൻ ഒറ്റ കാര്യം പറയാം, ഞാൻ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പോളണ്ട് എന്ന് പറഞ്ഞ യൂറോപ്പ് കൺട്രിയെ പറ്റി ഞാൻ അറിഞ്ഞപ്പം എന്നോട് പറഞ്ഞ ഏജൻസി പറഞ്ഞത് നിങ്ങൾ 6 മാസം വെയിറ്റ് ചെയ്യുക, 6 മാസത്തിൽ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ആരും ഇതിനകത്ത് പോയി ചാടരുത്. അങ്ങനൊന്നും അല്ല, 6 മാസത്തിനുള്ളൊന്നും പോകാൻ പറ്റത്തില്ല. 3-4 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ടീമുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പം പോളണ്ടിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞ കേട്ടില്ലേ, ഫസ്റ്റ് ഓഫർ ലെറ്റർ വരും, അത് കഴിഞ്ഞ് വർക്ക് പെർമിറ്റ് വരാൻ തന്നെ നല്ലൊരു താമസമുണ്ട്, പിന്നെ ഹാർഡ് കോപ്പി വരാൻ നല്ലൊരു താമസമുണ്ട്, പിന്നെ സ്ലോട്ട്. അത് ചിലപ്പോൾ ഒരു 1.5 വർഷം 2 വർഷമായിരിക്കും കിട്ടാനുള്ള ചാൻസ് ഇല്ലാത്തൊരു സാധനമാണ്. പിന്നെ ബ്ലാക്കിൽ എടുത്തവര് റിജക്ഷൻ, 2 റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പരിപാടി പിന്നെ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് അടുത്ത ഓപ്ഷൻ നോക്കാനുള്ളൂ പരിപാടിയുള്ളൂ. അപ്പം ഇത് ചിന്തിച്ചിട്ട് എല്ലാവരും നോക്കുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഓക്കെ.